നൈറ്റ് റൈഡ് ആണ് കേട്ടോ. അബ്ദുള്ള നമ്മൾ എവിടെ പോവാ? ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ 53ാമത് ബഹ്റൈൻ്റെ നാഷണൽ ഡേ ആണ് കേട്ടോ. എല്ലാ വർഷവും ഞാനിപ്പം യൂട്യൂബ് എടുത്തിട്ട് ഇതിപ്പം 3ാമത്തെ വർഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ബഹ്റൈനെ കുറിച്ച് പറഞ്ഞു ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ എൻ്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വ്ളോഗ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇതാണിത് ഇവരുടെ ഡ്രസ്സ് കേട്ടോ. അറബികളുടെ ഡ്രസ്സാണിത് നാഷണൽ ഡേയുടെ. അപ്പോൾ ഞാനും ഈ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പൂസ് കൂടിയില്ല, അവനവൻ്റെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോയിക്കോണം കേട്ടോ. അപ്പം ഞാനും അബ്ദുള്ള ഷെഫി ഓൾറെഡി വണ്ടി എടുക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ ഇൻട്രോ പറയാൻ വേണ്ടി കയറിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബഹ്റൈനിലെ ഇത്തവണ ഒരുപാട് ലൈറ്റ് സെറ്റിങ്സ് ഒന്നുമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ ആ ഒരു കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം ബഹ്റൈൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാവേ. അന്നന്തെടുത്ത നാടല്ലേ. അപ്പോൾ അങ്ങനെ വേണ്ട ഷെഫിയെ നൈറ്റ് റൈഡ് ആണ് കേട്ടോ. അബ്ദുള്ള നമ്മൾ എവിടെ പോവാ? നാഷണൽ ഡേ ആയിട്ട് ബഹ്റൈനിൽ പോണം. നമ്മള് ബഹ്റൈനില്ല. അപ്പൊ നമ്മള് വേണ്ടേ ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കാണിക്കാമേ. ലൈറ്റ് അങ്ങനെ നമ്മൾ ലൈറ്റ്സ് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എല്ലാ തവണത്തെ കൂട്ടും ഇത്തവണയാണെങ്കിൽ അത്ര ലൈറ്റ്സ് ഒന്നുമില്ല. മോൻ്റെ സ്കൂളിൽ ഇസാ ടൗൺ ഭാഗത്തൊക്കെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളും അതുപോലെ സ്റ്റാളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അവിടെ സ്റ്റാളും ലൈറ്റ്സും ഒന്നുമില്ല. മേ ബി ട്രാഫിക് പ്രോബ്ലം ആണ്. എപ്പോഴും ഇങ്ങനെ ലൈറ്റ്സൊക്കെ കൂടുതലാകുമ്പം ട്രാഫിക് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു ഭാഗത്തില്ലാഞ്ഞത്. അതുകൊണ്ട് നമ്മളാണ് ഇത്തവണ അവാലി അതുപോലെ ബഹ്റൈൻ സർക്യൂട്ട് അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോയത് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം പോയത് അവാലി ആ ഒരു ഭാഗത്തേക്കാണ്. ഇവിടുത്തെ ബാബ്കോൻ്റെ ഒരു അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ അവാലി ഭാഗം കേട്ടോ. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ ആ ഒരു കുറേ ലൈറ്റ്സൊക്കെ എടുത്തത്. ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണാൻ. അബ്ദുള്ള ഭയങ്കര ഹാപ്പിയാണ്. ലൈറ്റ്സൊക്കെ എല്ലാത്തിലും പിടിക്കണമെന്നൊക്കെ പറയും, കാരണം കറണ്ടല്ലേ, എന്തെങ്കിലും പിടിപ്പിക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പൂസ് ഇല്ലാത്തൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പൂസ് പിന്നെ അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര കറക്കമാണ്. നാഷണൽ ഡേ ഒക്കെ ആകുമ്പോൾ പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര കമ്പനി അടിച്ച് പുറത്ത് പോയി വരുമ്പോൾ ഒരു ലേറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മളങ്ങനെ അവാലിയിൽ നിന്ന് ലൈറ്റ്സൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ പോയത് ബഹ്റൈൻ സർക്യൂട്ടിലാണ്. ബഹ്റൈൻ സർക്യൂട്ടിലാണെങ്കിൽ അവിടെ ടിക്കറ്റ്സൊക്കെ എടുക്കാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഒരു ആപ്പൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അതിനകത്ത് ടിക്കറ്റ്സൊക്കെ എടുക്കാൻ. അങ്ങനെയാണ് അവിടെ അങ്ങനെ പോയി ടിക്കറ്റൊക്കെ എടുത്ത് 2 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കായിരുന്നു ടിക്കറ്റ് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ 3 പേർക്കും ടിക്കറ്റ് എടുത്ത്. പിന്നെ ഞാൻ ഈ ഒരു ബഹ്റൈൻ സർക്യൂട്ടിൽ ഉള്ളിലൊക്കെ കയറുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. എപ്പോഴും എൻ്റെ അടുത്തൂടെയൊക്കെ പോകും, പക്ഷേ ഞാനങ്ങനെ കയറാറില്ല. അങ്ങനെ കയറി നല്ല രസമാണ് അതിനുള്ളിൽ കേട്ടോ. ഞാനാണെങ്കിൽ ഈ ഒരു അംബർലയുടെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇൻസ്റ്റയിൽ കുറേ പേരിടുന്ന കണ്ടു. അപ്പോൾ ഇത് എവിടെയാണെന്ന് നോക്കിയപ്പോൾ ബഹ്റൈൻ സർക്യൂട്ടിലാണ്. അങ്ങനെ എനിക്കിവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ പോയി ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. സ്റ്റാളൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര പൈസയാണ് കേട്ടോ. ഭയങ്കര പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാണ് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് ലൈറ്റ്സൊക്കെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ കുറേ അറബികൾ അവിടെ നിന്ന് പാടിയും ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ടൊന്നും ഞാനിതിലെടുത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്, പാട്ടൊന്നും എടുത്തില്ല. അങ്ങനെ അല്ലെങ്കിലും നാഷണൽ ഡേയുടെ ഒരു വ്ളോഗൊക്കെ എന്ന് പറയുമ്പോൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഒരു ഭയങ്കര നോയ്സാണ് കേട്ടോ. ഈ കാറിൻ്റെയും ഒക്കെ ആകുമ്പം നമ്മൾ ഈ നാഷണൽ ഡേയുടെ ഒക്കെ ഒരു പ്രോഗ്രാമിൻ്റെയൊക്കെ ആകുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ബഹ്റൈനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, സൗദി അറേബ്യയുടെ തൊട്ടടുത്തായിട്ട് കാണുന്ന ചെറിയൊരു ദ്വീപ് പോലുള്ള ചെറിയൊരു രാജ്യമാണ് ബഹ്റൈൻ. അതുപോലെ ജനസംഖ്യ വളരെ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ വിദേശികളാണ് കൂടുതൽ സ്വദേശികളെക്കാളും. നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയുടെ 1/3 ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ അറബികൾ കേട്ടോ, ബഹ്റൈനികൾ. അതുപോലെ അതിൽ തന്നെ ചെറിയൊരു വിഭാഗമാണ് പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരും വിദേശികളാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് പാകിസ്ഥാനികളും പഞ്ചാബികളും നേപ്പാളികളും ഇന്തോനേഷ്യക്കാരും അങ്ങനെ കുറേ രാജ്യക്കാരുണ്ട്. അപ്പം ഇവിടെ ആയിരുന്നു അറബി നാട്ടിൽ ആദ്യമായിട്ട് എണ്ണ ഒക്കെ കണ്ടുപിടിച്ചത് ബഹ്റൈനാണ്. അതുപോലെ പേളിൻ്റെ എല്ലാം ബഹ്റൈനായിരുന്നു കേട്ടോ. ഇപ്പോൾ പേളൊന്നുമില്ല, ഇപ്പോൾ അലങ്കാരത്തിന് വേണ്ടി മാത്രമാണ് പേളൊക്കെ ഉപയോഗിക്കുന്നത്.
അതുപോലെ 1971 കേട്ടോ ബഹ്റൈന് സ്വാതന്ത്ര്യം കിട്ടിയത്. ബഹ്റൈൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന മനാമയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നാഷണൽ ഡേയിൽ എനിക്ക് നിങ്ങളോട് ഇത് ബഹ്റൈനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പിന്നെ ഒരുപാട് ലേറ്റായി കേട്ടോ. പിന്നെ അബ്ദുള്ളയ്ക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തണുപ്പായതുകൊണ്ട് അബ്ദുള്ളയ്ക്ക് നേരത്തെ ഉറക്കം വരും. അങ്ങനെ അബ്ദുള്ളയായിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ആ ഒരു പോകുന്ന വഴിയിലുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളാ കാണുന്നത് കേട്ടോ. റോഡിലെല്ലാം ഒരു ദേശീയ ദിനത്തിൻ്റെ ഒരു ലൈറ്റ്സാണ്. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് ലേറ്റായി കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഈ ഒരു ക്ലോക്ക് റൗണ്ട് ബോർഡ് നമ്മുടെ വീടിന് അടുത്താണ് കേട്ടോ, നമ്മുടെ റൂമിനടുത്താണ്. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ബഹ്റൈൻ്റെ നാഷണൽ ഡേയുടെ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അബ്ദുള്ള വേണ്ടേ ഉറങ്ങിപ്പോയിട്ടോ, നല്ല ക്ഷീണം. ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പാട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പുറത്തോട്ട് ഇറങ്ങി കാറ്റടിച്ചാൽ അപ്പം തലവേദന തുടങ്ങും കേട്ടോ, ഭയങ്കര തലവേദനയാണ്. അപ്പോൾ വേണ്ടേ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി പോയിട്ട് ഉറങ്ങണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ.